ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ലവ് പോയം ഫോർ ലോൺലി പ്രൈം നമ്പേഴ്സ് റിട്ടൺ ബൈ ഹാരി ബേക്കർ. ഹാരി ബേക്കർ ഒരു ബ്രിട്ടീഷ് സ്പോക്കൺ വേർഡ് ആർട്ടിസ്റ്റാണ്. സ്പോക്കൺ വേർഡ് എന്ന് പറയുമ്പോൾ പോയിട്രി എഴുതിയിട്ട് പോയിട്രി പബ്ലിക്കായിട്ട് റിസൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. ഹീസ് എൻ ഓതർ, ഒരു പോയിറ്റും ആണ് ഓതറും ആണ്. പുള്ളിയുടെ ഹാർട്ട്, അതായത് പുള്ളിയുടെ ഒരു മനസ്സ്, പിന്നെ പുള്ളിയുടെ ഹ്യൂമർ, പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ വേർഡ് പ്ലേ, വേർഡ്സ് കൊണ്ട് കളിക്കുക എന്നുള്ളത്, അതൊക്കെ ഭയങ്കര നല്ലതാണ്. ഹി ബിക്കെയിം ദ യങ്ങസ്റ്റ് എവർ പോയട്രി വേർഡ് സ്ലാം ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ അധികം പ്രായമൊന്നുമില്ല. ഹി ഈസ് അറൌണ്ട് 35-36 ഓഫ് ഏജ്. അപ്പോൾ യങ്ങസ്റ്റ് പോയിട്ടാണ്. ഈ പോയട്രി വേൾഡ് സ്ലാം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത യങ്ങസ്റ്റ് പോയിട്ടാണ്. ആളുടെ പോയറ്റിൻ്റെ തീംസ് എന്ന് പറഞ്ഞാൽ ഹോപ്പ്, ഡൈനസോഴ്സ്, സെൽഫ് ആക്സെപ്റ്റൻസ്, ജർമ്മൻ ഫ്ലാഫൻ സ്പൂൺസ്, മാത്തമാറ്റിക്സ്, അതായത് ഡൈനസോഴ്സ് ഒക്കെയാണ് പുള്ളിയുടെ ഫേവററ്റ് ടോപ്പിക്. അതുപോലെ തന്നെ മാത്സ് വെച്ച് കളിക്കുക, അതുപോലെ തന്നെ പല മെഷീനറി, അങ്ങനത്തെ ഒക്കെ ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത പല ടോപ്പിക്സും പുള്ളി പോയത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പോയട്രി ബേസിക്കലി ഒരുപാട് ഇമോഷൻസും ഒരുപാട് ഫീലിങ്സും ഒക്കെ ഉപയോഗിച്ച് എഴുതുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ പുള്ളിക്ക് മെഡിസിനിലായിരുന്നു കരിയർ, അത് മാറ്റി പോയട്രിയിലേക്ക് മാറി. അത്രയ്ക്ക് പാഷനറ്റ് ആയിരുന്നു പുള്ളി പോയട്രിനെ സംബന്ധിച്ച്. ആളുടെ TEDx ടോക്സ് എന്ന് പറയുന്നത് ടെലിവിഷനിലും ഇൻഫ്ലുവൻസറായിട്ടും ഒക്കെ പുള്ളി ഭയങ്കര ഫേമസ് ആയി മാറി. പിന്നെ ഈ പോയം, അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ പോയം, ഇത് 20 ലാംഗ്വേജിൽ അപ്പുറത്തേക്ക് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയാണ്. അത്രയ്ക്ക് ഫേമസ് ആണ് ഹാരി ബേക്കർ, അത്രയ്ക്ക് ഫേമസ് ആണ് ഹിസ് പോയട്രി. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് കടക്കാം. 59 വേക്സ് അപ്പ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ബെഡ്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് 59 എന്നാണ്. വേക്സ് അപ്പ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ബെഡ് എന്ന് പറഞ്ഞാൽ സാധാരണ എഴുന്നേക്കണേക്കാളും റോങ് സൈഡിൽ നിന്നാണ് എഴുന്നേറ്റിരിക്കുന്നത്. റിയലൈസസ് ഓൾ ഹിസ് ഹെയർ ഇസ് ഓൺ വൺ സൈഡ് ഓഫ് ഹിസ് ഹെഡ്. എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് എല്ലാ മുടിയും കൂടി ഒരു സൈഡിലേക്ക് പോയിരിക്കുകയാണ്. ടേക്സ് ജസ്റ്റ് അണ്ടർ എ മിനിറ്റ് ടു വർക്ക് ഔട്ട് ദാറ്റ്. ഒരു മിനിറ്റിൽ താഴെ പുള്ളി ആ മുടി പെട്ടെന്നൊന്ന് ഒതുക്കി വെച്ചു. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ വേ ദാറ്റ് ഹി സ്ലെപ്റ്റ്. ഉറങ്ങിയതിന് രീതിക്കനുസരിച്ചാണ് ഈ മുടി ഇങ്ങനെ ആയിരിക്കുന്നത്. ഹി ഫൈൻഡ് സം ക്ലോത്ത്സ് ആൻഡ് ഗെറ്റ്സ് ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ക്ലെൻലിനെസ് ഇല്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ കുറേ ഡ്രസ്സ് കണ്ടുപിടിച്ച് ഇട്ടു, എന്നിട്ട് ഡ്രസ്ഡായി. ഹി കാൺട്ട് ഹെൽപ്പ് ബട്ട് ലുക്ക് ഇൻ ദ മിറർ ആൻഡ് ബി സട്ട്ലി ഇംപ്രസ്ഡ്. പുള്ളിനെ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ പുള്ളിക്ക് ഒരു രക്ഷയില്ല, ഓ ഞാൻ എന്ത് ഗുഡ് ലുക്കിംഗ് ആണെന്ന് പുള്ളി വിചാരിക്കുക. ഹൗ ഹി ലുക്സ് റഫ് അറൌണ്ട് ദി എഡ്ജസ് ആൻഡ് യെറ്റ് കാഷ്വലി മെസ്ഡ്. അതായത് മുടിയൊക്കെ കാഷ്വലി മെസ്സപ്പ് ചെയ്ത പോലെ, അത്രയും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരുത്തൻ. ആൻഡ് ആസ് ഹി ഗ്ലാൻസസ് ഔട്ട് ഓഫ് ദി വിൻഡോ ഹി സീസ് ദ സൈഡ് ദാറ്റ് ഹി ഗെറ്റ്സ് ബ്ലെസ്ഡ്. പെട്ടെന്ന് റൂമിൻ്റെ വിൻഡോയുടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. വിത്ത് ഓഫ് 60 ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ്. നൗ 60 വാസ് ബ്യൂട്ടിഫുൾ. 60 കാണുന്നു. 60 എന്ന് പറഞ്ഞൊരു പെണ്ണാണ്. 60 ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വിത്ത് പെർഫെക്റ്റ്ലി ട്രിംഡ് ക്യൂട്ടിക്കൽസ് ഡ്രസ്ഡ് ഇൻ സംതിങ് സ്യൂട്ടബിൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട്. നെവർ റൂഡ് ഓർ ക്രൂഡ് അറ്റ് ഓൾ. അതായത് റൂഡും അല്ല, കാണാൻ മോശമല്ല. അൺഇംപ്രൂവബിൾ, റൈറ്റ് ഓൺ ടൈം ആസ് യൂഷ്വൽ, മോർ ഓൺ ക്യൂ ദാൻ എ സ്നൂക്കർ ബോൾ. ഭയങ്കര പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു ലേഡി. ബട്ട് ലൈക്ക് ടു പ്ലേ ഇറ്റ് സൂപ്പർ കൂൾ. ഭയങ്കര സൂപ്പർ കൂളാണ്. 59 wanted to tell her that he knew her favorite flower. 59 പറയാനുള്ളത് that he is madly in love with her. അവളുടെ ഫേവറേറ്റ് ഫ്ലവർ ഏതാണെന്ന് പറയണമെന്നുണ്ട്. He thought of her every second, every minute, every hour. എല്ലാ സെക്കൻഡും എല്ലാ മിനിറ്റും എല്ലാ മണിക്കൂറിലും അവളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. But he knew it wouldn't work. പക്ഷെ അവൻ അറിയായിരുന്നു ഒന്നും നടക്കില്ല. He'd never get the girl. ഒരിക്കലും ഈ പെണ്ണിനെ എനിക്ക് കിട്ടില്ല. Because although she lived across the street, അവൾ സ്ട്രീറ്റിൻ്റെ തൊട്ടപ്പുറത്താണ്. They came from different worlds. അതായത് രണ്ടുപേരും രണ്ട് ലോകമാണ്. While 59 admired 60's perfectly round figure. 59 60യുടെ ബോഡി ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തിരുന്നു. 60 thought 59 was odd. അതൊരു വേർഡ് പ്ലേ ആണ്, കാരണം 59 ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 60 thought 59 was odd. ഓഡ് നമ്പറും ആണ്, ആൾ ഓഡും ആയിരുന്നു. One of his favorite films was 101 Dalmatians. 101 Dalmatians എന്ന് പറഞ്ഞതായിരുന്നു പുള്ളിയുടെ ഫേവറേറ്റ് മൂവി. അതും ഒരു ഓഡ് നമ്പറാണ്. She preferred the sequel. He romanticized the idea they were star-crossed lovers. അതായത് രണ്ടുപേരും ലവേഴ്സ് ആണെന്നുള്ള മട്ടിൽ പുള്ളി ആലോചിച്ചൊക്കെ ഇരുന്നു. They could overcome the odds and evens because they had each other. അവർ തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരുടെ സ്നേഹം എല്ലാം മാച്ച് കളയും എന്ന് അവൻ വിചാരിച്ചു. While she maintained the strict views imposed on her by her mother. അതായത് ഇവൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫാണ്, കാരണം അവളുടെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ്. That separate could not be equal. And though at the time he felt stupid and dumb for trying to love a girl controlled by her stupid mom. അതായത്
സ്റ്റൂപ്പിഡായിട്ടുള്ള ഒരു അമ്മയുടെ മോളായതുകൊണ്ട് എന്തിനാണ് ഞാൻ ഇവളോട് ലവ് കാണിക്കുന്നതെന്ന് വരെ അയാൾ ചിന്തിച്ചു തുടങ്ങി. He should have been comforted by the simple mom. Take 59 away from 60 and you're left with 1. അതായത് 60-ന്ന് 59 എടുത്ത് കളഞ്ഞാൽ 1 ബാക്കിയെന്ന് അവൻ ആലോചിക്കും. Sure enough, after 2 months of mopping around, 61 days later, 61 was who he found. അതായത് 2 മാസം അവൻ കഷ്ടപ്പെട്ട് വിഷമിച്ച് നടന്നു, അവളെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് 61-നെ കണ്ടു. He had lost his keys and his parents were out. അതായത് അവൻ്റെ കീ അവന് കാണുന്നുണ്ടായില്ല, അവൻ്റെ പാരൻസ് വീട്ടിലും ഉണ്ടായില്ല. So one day after school he went into a house. അപ്പോൾ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞപ്പോൾ വേറൊരു വീട്ടിലേക്ക് കയറി. As he noticed the slightly wonky numbers on the door, he wondered why he never introduced himself before. ആ വീടിൻ്റെ മുമ്പിലുള്ള നമ്പറുകൾ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇതിന് ഇവിടെ മുന്നേ വന്നില്ല എന്ന് അവൻ വിചാരിച്ചു. As she let him in, his jaw dropped in awe. അതായത് അവൾ വന്ന് വാതിൽ തുറന്നു, അവനെ ഉള്ളിൽ കയറ്റി, അവൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. 61 was like 60 but a little bit more. 60-നെ പോലെ അല്ലായിരുന്നു 61, അതിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. She had prettier eyes and an approachable smile. അതായത് 61-ന് 60-നേക്കാളും പ്രിറ്റി ആയിട്ടുള്ള ഐസ് ഉണ്ടായിരുന്നു, അപ്രോച്ചബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്മൈൽ ഉണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് ഹിം റഫ് അറൗണ്ട് ദി എഡ്ജസ് കാഷ്വൽ സ്റ്റൈൽ. അതായത് അവനെ പോലെ തന്നെയായിരുന്നു, കുറച്ച് റഫായിരുന്നു. ആൻഡ് ലൈക്ക് ഹിം എവറിത്തിങ് വാസ് ഇൻ ഡിസോർഗനൈസ്ഡ് പൈൽസ്. അവനെ പോലെ തന്നെ വളരെ ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. ആൻഡ് ലൈക്ക് ഹിം ഹർ മം ഡിഡ്ന്റ് മൈൻഡ് ഫ്രണ്ട്സ് സ്റ്റേഡ് എ വൈൽ. അവളുടെ അമ്മ നല്ലതായിരുന്നു. ബിക്കോസ് ഷീ വാസ് ലൈക്ക് ഹിം ആൻഡ് ഹി ലൈക്ഡ് ഹെർ. അവൾ ഇഷ്ടപ്പെട്ടത് അവളും അവനും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഹി റെക്കൺ ഷീ വുഡ് ലൈക്ക് ഹിം ഇഫ് ഷീ ന്യൂ ഹി വാസ് ലൈക്ക് ഹെർ. അവൾക്കും അവനെ ഇഷ്ടപ്പെടും എന്ന് അവൻ വിചാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ദിസ് ടൈം. ഐ മീൻ ദിസ് ഗേൾ വാസ് വിക്കഡ്. സോ ഹി പ്ലക്ഡ് അപ്പ് ദ കറേജ് ആൻഡ് ആസ്ക്ഡ് ഫോർ ഹർ ഡിജിറ്റ്സ്. അവൾ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയതുകൊണ്ട് അവൻ അവളുടെ നമ്പർ ചോദിച്ചു. ഷീ സെഡ് ഐ എം 61. അവൾ പറഞ്ഞു ഞാൻ 61. ഹി ഗ്രിൻഡ് ആൻഡ് സെഡ് ഐ എം 59. അവന് ഭയങ്കര സന്തോഷമായി, കാരണം അവളും ഓഡ് നമ്പർ അവനും ഓഡ് നമ്പർ. Today I've had a really nice time. So tomorrow if you wanted you could come over to mine. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് നിന്റെ കൂടെ, നാളെ നീ വരുന്നോ? She said sure. She loved talking to someone just as quirky. She agreed to this unofficial first date. അവൾക്ക് അവനെ പോലെ തന്നെയാണ്, അവൻ അവളെ പോലെ തന്നെയാണെന്നൊക്കെ മനസ്സിലായതുകൊണ്ട് അവൾ അഗ്രി ചെയ്തു. ഇതൊരു ഡേറ്റ് ആണ് ആക്ച്വലി, പക്ഷെ അൺഒഫീഷ്യൽ. In the end he was only ready 1 minute early. But it didn't matter because she arrived 1 minute late. അവർ ഭയങ്കര പെർഫെക്റ്റ് കപ്പിളാണ്. അവൻ 1 മിനിറ്റ് ഏർലി വന്നു, അവൾ 1 മിനിറ്റ് ലേറ്റ് വന്നു. ആൻഡ് ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺ there was നോൺ സ്റ്റോപ്പ് ചാറ്റ്. അവിടെ തൊട്ട് അവർ നിർത്താണ്ട് സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ഹൗ ദേ ലവ്ഡ് എക്സ് ഫാക്ടർ. രണ്ടുപേർക്കും ഒരുപോലത്തെ കാര്യങ്ങളാണ് ഇഷ്ടം. ഹൗ ദേ ഹാഡ് 2 factors. ഹൗ ദാറ്റ് ഡിഡ് നോട്ട് മാറ്റർ. Distinctiveness made them better. By the end of the night they knew they were meant together. രാത്രി ആയപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, അവർ കുറേ സംസാരിച്ചു. രാത്രി ആയപ്പോഴേക്കും അവർക്ക് മനസ്സിലായി അവർ പെർഫെക്റ്റ് ആണെന്ന്. ആൻഡ് വൺ ഡേ ഷി വാസ് ടോക്കിംഗ് അബൌട്ട് സ്റ്റക്ക് അപ്പ് 60. ഒരു ദിവസം അവൾ 60-നെ കുറിച്ച് സംസാരിച്ചു മോശമായിട്ട്. ഷീ നോട്ടീസ് ദാറ്റ് 59 ലുക്ക്ഡ് എ ബിറ്റ് ഷിഫ്റ്റി. അപ്പോൾ 59 കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന പോലെ തോന്നി. ഹി ബ്ലഷ്ഡ്, ടോൾഡ് ഹർ ഓഫ് ഹിസ് ക്രഷ്. അവൻ ചിരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആക്ച്വലി അവൾ ഇഷ്ടമായിരുന്നു. ദ ബെസ്റ്റ് തിങ് ദാറ്റ് നെവർ ഹാപ്പൻ ബിക്കോസ് ഇറ്റ് ലെഡ് ടു അസ്. അവൻ പറഞ്ഞു ഒരിക്കലും ഞാൻ അവളായിട്ട് റിലേഷൻഷിപ്പിലായില്ല, അതുകൊണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. 61 was clever, see, not prone to jealousy. 61 ഭയങ്കര ക്ലെവറും ആയിരുന്നു, നല്ല മനസ്സായിരുന്നു, ഒട്ടും ജലസായില്ല. She looked him in the eyes and told him quite tenderly. അവൾ അവൻ്റെ കണ്ണിൽ നോക്കി ഒരു കാര്യം പറഞ്ഞു. You are 59, I am 61. Together we combine to become twice what 60 could ever be. നീ 59 ഞാൻ 61. രണ്ടും കൂടെ 120. ഡബിൾ പവറാണ് നമുക്കെന്ന് പറഞ്ഞു. At this point 59 had tears in his eyes. ഇത് കേട്ടപ്പോൾ 51-ന് കരച്ചിൽ വന്നു സന്തോഷം കൊണ്ട്. Was so glad to have this one of a kind girl in his life. എന്തൊരു നല്ല പെണ്ണിനെയാണ് എനിക്ക് കിട്ടിയേക്കണമെന്ന് ആലോചിച്ചു. He told her the very definition of being prime was that with only one and himself could his heart divide. രണ്ടുപേരും പ്രൈം നമ്പേഴ്സ് ആണല്ലോ എന്ന് അവർ ആലോചിച്ചു. And she was the one he wanted to give his heart to. അവൻ്റെ ഹാർട്ട് അവൻ അവൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് ഉറപ്പിച്ചു. She said she felt the same and now she knew the films were half true. അവൾ പറഞ്ഞു അവൾക്ക് അതുപോലെ തന്നെയാണ് തോന്നുന്നത്, ഈ സിനിമയിലൊക്കെ കാണുന്നതൊക്കെ പകുതിയെ ട്രൂ ഉള്ളൂ എന്ന് അവൾ പറഞ്ഞു. ബിക്കോസ് ദാറ്റ് വാസ് ഇൻ റിയൽ ലവ്. കാരണം അതൊരിക്കലും റിയൽ ലവ് അല്ല, നമുക്കുള്ളതാണ് റിയൽ ലവ്. ദാറ്റ് ലവ് വാസ് ജസ്റ്റ് എ സാമ്പിൾ. ഈ ഫിലിംസിൽ കാണുന്ന റൊമാൻറ്റിക് സ്റ്റോറീസ് ഒക്കെ ഒരു സാമ്പിൾ മാത്രമാണ്. വെൻ ഇറ്റ് കെയിം ടു റിയൽ ലവ്, അതായത് റിയൽ ലവ് എന്ന് പറഞ്ഞാൽ ദേ വർ എ പ്രൈം എക്സാമ്പിൾ. പ്രൈം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അവരാണ് ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ എന്നും അർത്ഥമുണ്ട്, അതുപോലെ തന്നെ അവർ രണ്ടും പ്രൈം നമ്പേഴ്സ് ആണെന്നും അർത്ഥമുണ്ട്. കൺക്ലൂഷൻ, ഈ പോയത്തിൽ ഒരുപാട് മാത്തമാറ്റിക്സ് ഉണ്ട്, വിച്ച് മേക്സ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. സെലിബ്രേഷൻ ആണ് ഓഡ് നമ്പേഴ്സിൻ്റെ, പ്രൈം നമ്പേഴ്സിൻ്റെ, ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്.
അതുപോലെ തന്നെ ഫാസിനേറ്റിംഗ് വേർഡ് പ്ലേ ആണ്, വേർഡ്സ് വെച്ച് അങ്ങോട്ട് കളിക്കുകയാണ്, വിച്ച് മേക്സ് ഇറ്റ് വെരി ഗുഡ്. ഒരു ഫീൽ ഗുഡ് സ്റ്റോറി ആയിട്ട് നമുക്ക് തോന്നും, ഒരു സിനിമ കണ്ട പോലെ, റോം കോം പോലെ തോന്നും. ഒരുപാട് ചിരിക്കാനുണ്ട് ഇതിൽ, പക്ഷെ കുറച്ച് ചിന്തിക്കാനും ഉണ്ട്. പെർഫെക്റ്റ് സൺഷൈൻ പോയം. താങ്ക് യു.